ഹായ് ഫ്രണ്ട്സ്, ദേവീസ് കറി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ റാഗി അഥവാ ഫിംഗർ മില്ലറ്റ് കൊണ്ടുള്ള ഒരു റൊട്ടിയുടെ റെസിപ്പിയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. റാഗി റൊട്ടി ഉണ്ടാക്കാൻ വേണ്ടി 2 കപ്പ് റാഗി പൊടിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇത് 240 ml കപ്പാണ്. അപ്പോൾ ഇത് നമുക്ക് കുഴയ്ക്കാനായി ആദ്യം നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. റാഗി കുതിർത്തരച്ച് നമുക്ക് ഇതേ റെസിപ്പി തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും, ഒരു സവോള ചെറുതായി അരിഞ്ഞതും, പിന്നെ ഒരു 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കറിവേപ്പില ഇതേപോലെ ചെറുതായി ഒന്ന് നുറുക്കി ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് മല്ലിയില വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിവിടെ ചേർക്കുന്നത് കസൂരി മേത്തിയാണ്. അതൊന്ന് ഇതുപോലെ കൈകൊണ്ട് തിരുമ്മി ഒന്ന് പൊടിച്ച് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് കുഴച്ചെടുക്കണം. കുഴച്ചെടുക്കാൻ വേണ്ടി ചൂട് വെള്ളമാണ് എടുക്കുന്നത്. നല്ല തിളച്ച വെള്ളമാണ്. ഇപ്പോൾ 1 കപ്പ് തിളച്ച വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഒരു അരക്കപ്പും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ 1.5 കപ്പാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കൊരു തവിയുടെ ബാക്ക് സൈഡ് ഉപയോഗിച്ച് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. ഇതേപോലെ, കാരണം നല്ല ചൂടുള്ളതുകൊണ്ട് നമുക്ക് കൈ കൊണ്ട് ഇതൊന്ന് കുഴച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കി എല്ലാം കൂടി യോജിപ്പിച്ച് നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. ഞാനൊരു അരമണിക്കൂർ സമയം ഇത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അരമണിക്കൂറിന് ശേഷം ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. പാത്രത്തിലിട്ടതിന് ശേഷം നമ്മളിപ്പോൾ ഇത് തണുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നന്നായി നമുക്ക് കൈ കൊണ്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. ഇത് നന്നായി കുഴച്ചാൽ മാത്രമേ നല്ല സോഫ്റ്റ് റൊട്ടി നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ കുഴച്ച് കൊടുക്കുന്നത്. റാഗിയിൽ ധാരാളം ഫൈബർ, അയൺ കണ്ടൻറ്റൊക്കെ അടങ്ങിയിട്ടുണ്ട്. പിന്നെ ഗ്ലൂട്ടൻ ഫ്രീ ആണ്. അപ്പോൾ അതുപോലെയുള്ള അസുഖങ്ങളുള്ളവർക്കും പിന്നെ ഡയബറ്റിക് പേഷ്യൻസിനും ഒക്കെ റാഗി ദിവസത്തിൽ 1 പ്രാവശ്യം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. പിന്നെ ഇപ്പോൾ ഞാൻ ഉരുളകളാക്കി ഇതുപോലെ ഇലയിൽ പരത്തി എടുക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇല ഇല്ലെങ്കിൽ നിങ്ങൾക്കിത് ഡയറക്റ്റ് ചട്ടിയിലേക്ക് ഇതുപോലെ പരത്തി കൊടുക്കാം. ചട്ടി ചൂടാവുന്നതിന് മുന്നേ വേണം കേട്ടോ ഇതുപോലെ പരത്തിയെടുക്കാൻ. പരത്തിയതിന് ശേഷം ചട്ടി ചൂടാക്കി നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ ഇതിൻ്റെ നടുവിൽ ഒരു ഓട്ട ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ. ഇനി ചൂടായ ചട്ടിയിലേക്ക് ഇതേപോലെ ഇല നമുക്കിത് കമഴ്ത്തി കൊടുക്കാം. ഇനി നമുക്ക് ഇല ഒന്ന് മാറ്റിയെടുക്കാം. ഇത് ഒന്ന് വാടിയതിന് ശേഷം പെട്ടെന്ന് ഇത് എടുക്കാൻ പറ്റും കേട്ടോ. ഒന്ന് അത് ചട്ടിയിലേക്ക് ഒട്ടുമ്പോൾ തന്നെ നമുക്കിത് വലിച്ചാൽ ഇത് എടുക്കാൻ പറ്റും. ഇനി ഇത് 1 മിനിറ്റ് സമയം മൂടി വെച്ച് വേവിക്കാം. ഇല്ലെങ്കിൽ തുറന്ന് വേവിക്കുന്നതെങ്കിൽ 2 മിനിറ്റ് സമയം നമ്മൾ തിരിച്ചും മറച്ചുവിട്ട് വേവിച്ചെടുത്താൽ മതി. ഞാനിപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കുന്നത്. ഏത് എണ്ണ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഞാനിത് തിരിച്ചു മറച്ചുവിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. ഈ റാഗി റൊട്ടി വളരെ ടേസ്റ്റിയാണ് കേട്ടോ. ഇത് കഴിക്കാൻ നമുക്ക് പ്രത്യേകിച്ച് ഒരു കറിയുടെ ആവശ്യമൊന്നുമില്ല. ഒരു സാലഡോ ഒരു പിക്കിളോ ഉണ്ടെങ്കിൽ തന്നെ നമുക്കിത് കഴിക്കാൻ പറ്റും. അത്രയ്ക്കും ടേസ്റ്റിയാണ് കേട്ടോ ഈ റാഗി റൊട്ടി. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇപ്പോൾ ഇതാ നമ്മുടെ റാഗി റൊട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.